ക്വിക്ക് സ്ലിമിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായ ഡോക്ടർ ബി വിനോദ് നായർ. നമ്മുടെ നമ്മുടെ ഈ വയറെന്ന് ഉദ്ദേശിക്കുന്നത് പുറത്ത് കാണുന്ന വയറല്ല, നമ്മുടെ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ സ്റ്റൊമക്ക് എന്നും മലയാളത്തിൽ ആമാശയം എന്ന് പറയുന്ന, ആഹാരം കഴിച്ച് തൊണ്ട വഴി ആഹാരം കഴിച്ച് അന്നനാളം വഴി ആമാശയത്തിലെത്തിയിട്ടാണ് കുറച്ചു നേരം ആഹാരം അവിടെ തന്നെ ദഹിക്കാൻ വേണ്ടി കിടക്കുന്നത്. ഈ ആമാശയത്തിന്റെ കപ്പാസിറ്റി തടിയന്മാരിൽ, അതായത് അമിതവണ്ണമുള്ളവരിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു ആളിന്റെ സ്റ്റൊമക്കിന്റെ അല്ലെങ്കിൽ ആമാശയത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. അതായത് അയാൾക്ക് 1 ലിറ്റർ ആഹാരം വരെ, 1000 ml ആഹാരം വരെ സ്റ്റൊമക്ക് സാധാരണ അതിൽ കൊളാപ്സ് ചെയ്തിട്ടാണ് ഇരിക്കുക. പക്ഷെ നമ്മൾ ആഹാരവും വെള്ളവും കഴിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ വീർത്ത് വരും. അങ്ങനെ 1000 ml ആണ് ഒരാളുടെ സ്റ്റൊമക്കിന്റെ സാധാരണ കപ്പാസിറ്റി. പക്ഷേ നമ്മുടെ അമിതവണ്ണമുള്ളവരിലെല്ലാം ഈ 1000 എന്നുള്ളത് 1500 2000 വരെ അതിലും കൂടുതലായി മാറിപ്പോകും. നമുക്ക് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ സറ്റൈറ്റി അല്ലെങ്കിൽ മതിയായി, ഭക്ഷണം മതിയായി എന്ന തോന്നൽ ഉണ്ടാകുന്നത് പ്രധാനമായി 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമുക്ക് ആഹാരം നമ്മുടെ ആമാശയത്തിൽ നിറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ ആമാശയത്തിന്റെ ഭിത്തികളിൽ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ്, അതായത് ഒരു സഞ്ചി വീർത്ത് വരുമ്പോൾ ആ വലിച്ചിൽ അറിയാനുള്ള റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ, ഒരു പരിധി വരെ ആ സ്റ്റൊമക്ക് സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വികസിച്ച് കഴിയുമ്പോൾ, ആഹാരവും വെള്ളവും മൂലം വികസിച്ച് കഴിയുമ്പോൾ നമുക്ക് ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടുകയും ആഹാരം മതിയായി എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ സ്വയം നിയന്ത്രിക്കുകയുമാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഗതികേടെന്ന് പറഞ്ഞാൽ, സാധാരണ ഈ ഒരു തടിയന്മാർക്ക്, അല്ലെങ്കിൽ തടിയന്മാരെന്ന് പറയുമ്പോൾ തടിച്ചുകളെയും അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവരെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആഹാരം കഴിച്ചതിന് ശേഷം നമ്മുടെ ഈ വണ്ണമുള്ളവരിൽ 1000 അല്ല കൂടുതലായി കഴിഞ്ഞാൽ മാത്രമേ ആ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ. അപ്പം അമിതവണ്ണമുള്ളവരിൽ സാധാരണക്കാർ കഴിക്കുന്നതിനേക്കാളും വളരെ കൂടുതൽ ആഹാരം സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സാധാരണഗതിയിൽ മതി എന്ന സിഗ്നലിൽ ബ്രെയിനിനോ അല്ലെങ്കിൽ തലച്ചോറിന് കിട്ടുകയുള്ളൂ. ഇതുകൊണ്ടാണ് അവർ വീണ്ടും കഴിക്കാൻ കാരണമാകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ബെരിയാട്രിക് സർജറി എന്ന് പറയുന്ന വണ്ണം കുറയ്ക്കൽ ശസ്ത്രക്രിയയെ കുറിച്ച് നമുക്കറിയാം. അതിനകത്ത് ചെയ്യുന്നത് സ്റ്റൊമക്കിന്റെ ഒരു 95% കട്ട് ചെയ്ത് നീക്കം ചെയ്യുകയാണ്. അപ്പം ഈ ബെരിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ സ്റ്റൊമക്കിൽ 70 ml വരെ മാക്സിമം ആഹാരമേ കൊള്ളൂ. മലയാളിക്ക് 70 ml എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം മദ്യത്തിന്റെ കളവ് പറയാം. ഒരു ലാർജ് എന്ന് പറയുന്നത് 60 ml ആണ്. അതിനകത്ത് 10 ml കൂടി ചെന്നാൽ മാത്രമേ ഈ ഒരു ബെരിയാട്രിക് സർജറി കഴിഞ്ഞ ഒരാൾക്ക് സ്റ്റൊമക്കിൽ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചെറുകുടലിന്റെ ആദ്യത്തെ ഒരു 1.5 മീറ്റർ, അതായത് ഡിയോഡിനം, ജെജിനം, ഇലിയം, ഇതിനകത്ത് ഡിയോഡിനം, ജെജിനം എന്ന് പറയുന്ന ആദ്യത്തെ 2 ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ 1.5 മീറ്റർ നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആഹാരം നിയന്ത്രണം, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കാതിരിക്കാനുള്ള സംവിധാനം ഈ ബെരിയാട്രിക് സർജറിയിൽ കൊണ്ടുവരുന്നത്. അപ്പം ഈ ബെരിയാട്രിക് സർജറിയിൽ ഈ 70 ml കഴിച്ചു കഴിയുമ്പോൾ തന്നെ അവരുടെ ഭിത്തി വികസിച്ച് തുടങ്ങും. അവർക്ക് അതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഈ സെയിം സംവിധാനം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈറ്റിംഗ് പ്രോസസ്സിൽ കൂടെ, ആഹാര നിയന്ത്രണം വഴി കാലക്രമേണ ഭക്ഷണം കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റൊമക്കിന്റെ കപ്പാസിറ്റി 300-400 ml കൊണ്ട് നമുക്ക് ആഹാരം മതി എന്ന് സ്വയം ബോധ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. Health Tips Malayalam of Zakaria Kasim. To join WhatsApp group, dial 917736743113.